വെൽക്കം ബാക്ക്. എല്ലാവർക്കും ആദ്യമേ തന്നെ വിഷുദിന ആശംസകൾ നേർന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. വിഷു റിലേറ്റ് ചെയ്തിട്ട് ട്രഡീഷണൽ ലുക്കോട് കൂടിയിട്ടുള്ള കുർത്തീസ് ഒക്കെ നിങ്ങൾ തപ്പി നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇന്നത്തേത് കേട്ടോ. ഇന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഈ വീഡിയോ ചെയ്യാൻ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് കിട്ടാൻ കുറച്ചധികം ടൈം എടുത്തു. ഞാൻ മീഷോയിൽ നിന്ന് നോർമലി ഓർഡർ ചെയ്യുമ്പോൾ നല്ലോണം ടൈം എടുക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു പ്രോഡക്റ്റ് വരാൻ എനിക്ക് നല്ല രീതിയിൽ ടൈം എടുത്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. ഞാൻ 4 കുർത്തീസാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. എൻ്റയർലി ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുർത്തി ഓർഡർ ചെയ്തിട്ട് ഒരു പാൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി 3 പ്രൊഡക്ട്സ് ആണ് നിലവിലുള്ളത്. അതിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടാനും നമുക്ക് ലേറ്റ് ആയി. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്തായാലും ഞാൻ ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിഷുവിനല്ലെങ്കിലും ഒരു ട്രഡീഷണൽ ലുക്ക് ഇനിയും നമുക്ക് വരുമല്ലോ, ടെമ്പിൾ ലുക്കൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വീഡിയോസിലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് പല പ്രാവശ്യങ്ങളായിട്ട് പണി കിട്ടുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം സിറ്റുവേഷൻ തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ പണി കിട്ടുന്നത് മാത്രമല്ല കേട്ടോ, നല്ല കളക്ഷൻസും കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും മറ്റുള്ള പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ച് എനിക്ക് ഫ്ലിപ്കാർട്ടിലെ പാക്കേജിങ്ങിന്റെ പ്രശ്നമായിരിക്കാം, പാക്കേജിങ്ങിൽ വരുന്ന ഫോൾട്ടുകളാണിത്. അത് കുറച്ചുകൂടെ ഒന്ന് അവർ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം അവരുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. തുടക്കത്തെ എനിക്ക് പറയാലോ, നമ്മൾ ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. റിട്ടേൺ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഈ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരുന്നുണ്ട് ചില പ്രൊഡക്റ്റിൽ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റാണ് കിട്ടിയെന്നുള്ളത്. അന്നും എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ശ്രദ്ധയില്ലായ്മ തന്നെയായിരുന്നു കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ നോട്ടിഫിക്കേഷൻ നോർമലി ഒരു OTPയുടെ മെസ്സേജ് മാത്രമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ തള്ളിക്കളഞ്ഞു. കാരണം റിട്ടേൺ ഓപ്ഷൻ അതിൻ്റെ സൈറ്റിൽ ഞാൻ ഓൾറെഡി കണ്ടിട്ട് തന്നെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഇരുന്നത്. പക്ഷെ അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം പ്രൊഡക്റ്റ് തന്നെയാണോ, സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചില്ല, OTP ആണെന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഡെലിവറി ബോയ് വന്നു, അവർ ഓപ്പൺ ചെയ്തൊന്നും നോക്കിയില്ല. ഞാൻ OTP കൊടുത്തു. സംഭവം പ്രൊഡക്റ്റ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് പാൻസ് ആണ്, ഒരു നല്ലൊരു കൂത്തി. ഞാൻ സൈഡിൽ പിക്ചർ കൊടുക്കാം. ഞാൻ അതിന് മുമ്പും സെയിം കൂത്തി ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് ആ സെയിം ബ്രാൻഡിൻ്റെ തന്നെ, ഞാൻ ബ്രാൻഡൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ ബ്രാൻഡിൽ നിന്ന് തന്നെ അതിന് മുമ്പും ഞാൻ ആ സെയിം കുർത്തി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സൈസ് ലോ സൈസാണ് എനിക്ക് കിട്ടിയത്. ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് എനിക്ക് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു കളക്ഷൻ ആയിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയാണ്. പക്ഷെ എനിക്ക് അന്ന് ഓർഡർ ചെയ്തപ്പോഴും ഭയങ്കര സൈസ് കുറഞ്ഞിട്ടുള്ളായിരുന്നു കിട്ടിയിട്ടുണ്ടായത്. ഭയങ്കര ടൈറ്റായിരുന്നു, ഇട്ട് കാണിച്ചു തരാനൊന്നും പറ്റിയില്ല. അതിനുശേഷം ഞാൻ റിട്ടേൺ അയച്ചിട്ട് എടുക്കണം എന്ന്, ഇപ്പോൾ കറക്റ്റ് സൈസിൽ കിട്ടുവാണെങ്കിലോ ഒന്നുകൂടെ ഒന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ അത് പെൻഡിങ് വെച്ചു. അപ്പോൾ ഇപ്പം ബെറ്റർ ഓപ്ഷൻ ആണ് വിഷു റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കൂത്തീസിന്റെ കൂടെ പർച്ചേസ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം. കാരണം കൂത്തി ഓർഡർ ചെയ്തിട്ട് പാൻസ് കിട്ടുക, അത് യൂണിഫോമിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു വൈറ്റ് പാൻറ് ഉണ്ട്, ഒരു ഹുക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ടൈപ്പ്, അങ്ങനത്തെ സിബൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഒരു പാൻസ് ആണ് കിട്ടിയത്, ഒരു വൈറ്റ് കളറിൽ. അപ്പോൾ അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു, റിജക്ഷൻ ആണ് കാണുന്നത്. ഞാൻ എന്നിട്ട് കസ്റ്റമർ കെയറിൽ ഞാൻ 4 പ്രാവശ്യം റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു, 4 പ്രാവശ്യവും റിജക്റ്റ് ചെയ്തു.
ദെൻ ഞാൻ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ കസ്റ്റമർ കെയറെ വിളിച്ചു. എനിക്ക് അവരെ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഭയങ്കരമായിട്ട് എടുത്ത് പറയാമല്ലോ, നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. അവർ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ലായിരുന്നു, എന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ നമ്മളോട് ക്ഷമ ചോദിച്ച് അവർ എത്രയും പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ ഇതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാം എന്നുള്ള രീതിക്ക് അവർ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നമുക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിട്ടില്ല, എൻ്റെ അടുത്ത് പറഞ്ഞത് 13-ാം തീയതിക്കുള്ളിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. കാരണം ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ചേഞ്ചസ് ആണെന്നാ പറഞ്ഞത്. ചില പ്രൊഡക്ട്സിൽ ഇവർ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്, സെയിം പ്രൊഡക്റ്റ് ആണോ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക, എന്നിട്ട് OTP കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞ് അവരുടെ മുന്നേ വെച്ചിട്ട് ഡെലിവറി ബോയ് വരുമ്പോൾ അവരുടെ മുന്നേ വെച്ച് തന്നെ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ള മെസ്സേജ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് നല്ലതാണ്. അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിലൊക്കെ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു റിട്ടേൺ ഇല്ലാത്തതിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന്. കാരണം ഈ ഒരു വാച്ച് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതിന് റിട്ടേൺ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് റിട്ടേൺ ഇല്ല എന്നുള്ള കേസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മെസ്സേജ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പൊട്ടിച്ച് നോക്കിച്ചിരുന്നു. പക്ഷെ അവർ പൊട്ടിക്കാൻ തയ്യാറായിട്ട് തന്നെ വന്നു. പക്ഷെ ഈ ഒരു വിഷയത്തിൽ അവരും ശ്രദ്ധിച്ചില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. എന്തായാലും അതിനൊരു പരിഹാരം കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്തായാലും അങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഡെലിവറി ബോയിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ്, ഏതൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും വാങ്ങാൻ. ഫ്ലിപ്കാർട്ടിന്റെ പുതിയൊരു അപ്ഡേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ എന്തായാലും ഡയറക്റ്റ് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണിച്ചു തരുന്നത് ഒരു സ്ട്രെയിറ്റ് കൂത്തിയാണ് കേട്ടോ. ഇതൊരു ബീച്ച് കളറിൽ വന്നിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് കൂത്തിയാണ് കേട്ടോ. ദെൻ നല്ലൊരു കളക്ഷനാണ്. ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് കൂത്തിയാണ്. ഈ സ്ട്രെയിറ്റ് കൂത്തി എന്ന് പറയുന്നത് മാക്സിന്റെ ബ്രാൻഡിൽ നിന്നാണ്. മാക്സിന്റെ കൂത്തിയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ടാഗ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാക്സിൽ നിന്നുള്ള കുർത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു കളക്ഷനാണ് കേട്ടോ. സംഭവം നല്ലൊരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്. ബാക്ക് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ് കേട്ടോ. ദെൻ നമുക്ക് സ്ലീവ് വന്നിട്ട് ഒരു 3/4 സ്ലീവ് ആണ്. നെക്ക് പോർഷൻ നമുക്ക് റൗണ്ടിൽ ഒരു വേ കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു നെക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് സ്ലിറ്റിന്റെ ഭാഗത്തായിട്ട് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിലാണ് വരുന്നത്. ദെൻ സ്ലിറ്റഡ് ആണ് ഈ ഒരു കുർത്തി. മീഡിയം സൈസിലാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും, മീഡിയം സൈസിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കുർത്തിയുടെ സെയിം പ്രൈസിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് 699 ആണ്, 699 ആണ്. നമുക്ക് പ്ലാറ്റ്ഫോം ചാർജ് അടക്കം നമുക്ക് പ്ലാറ്റ്ഫോം ചാർജ് എന്ന് പറയുന്നത് 1 രൂപയാണ് കേട്ടോ. 700 രൂപയ്ക്കാണ് ടോട്ടൽ നമുക്ക് ഈ ഒരു കുർത്തി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്തോടൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ്. സിമ്പിൾ ട്രഡീഷണൽ ലുക്കൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, കൂത്തീസ് ഒക്കെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. നല്ലൊരു കളക്ഷൻ തന്നെ, നല്ലൊരു ഫാബ്രിക് ആണ്. വിത്തൗട്ട് ലൈനിങ് ആണ്, ലൈനിങ് ഒന്നും വരുന്നില്ല. നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് കിട്ടിയിട്ടുള്ളത്. മാക്സ് ബ്രാൻഡിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു XXL വരെയുള്ള സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തു പോകുന്ന ഒരു കളക്ഷൻ തന്നെയാണ്. എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നത് നല്ലൊരു കളക്ഷനാണ് കേട്ടോ. അറിയാലോ മാക്സിലെ കളക്ഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. അഫോർഡബിൾ പ്രൈസിനാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാക്സിലെ കളക്ഷൻ ഫ്ലിപ്കാർട്ടിൽ വരുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, സെയിം പ്രൈസിൽ തന്നെയാണ് നമുക്ക് സംഭവം കിട്ടുന്നത് കേട്ടോ. ദെൻ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഒരു മിഡി ഡ്രസ് കളക്ഷൻ ആണ് കേട്ടോ. ഒരു മാക്സി പാറ്റേണിലൊക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ്. മിഡി ഡ്രസ് എന്നൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പറയാം. നല്ലൊരു കളക്ഷനാണ്. നല്ല ഫ്ലൈവേർഡോടൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, സെപ്പറേറ്റ് ലേസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ടൈപ്പ്, ഒരു ഫ്ലോറൽ ത്രെഡ് വർക്കോട് കൂടിയിട്ട് കേട്ടോ. ത്രെഡ് വർക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. കളർഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിലും അവര് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ഒക്കെ സ്ലീവിന്റെ ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട്. ദെൻ
സിമ്പിൾ ആയിട്ട് ഒരു വൈറ്റ് ലേസും സ്ലീവിന്റെ ഈ ഒരു ബോട്ടം പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ. ദെൻ ഇവിടെ പ്ലീറ്റഡ് ആണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഈ ഒരു കട്ടിങ് വരുന്നുള്ളൂ. ബാക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ എയർലൈൻ കുർത്തിയുടെ ഒക്കെ ടൈപ്പ് ഒരു പാറ്റേൺ ആണ് ബാക്ക് വന്നിട്ടുള്ളത്. ദെൻ ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു കട്ടിങ് വന്നിട്ടും ദെൻ ഇവിടെയൊക്കെ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വന്നിട്ട് വി നെക്കിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു കളക്ഷൻ ആണ്. കുഴപ്പമില്ല എന്നല്ല, നല്ലൊരു അടിപൊളി കളക്ഷൻ തന്നെയാണ് ഇത്. നമുക്ക് അത്യാവശ്യം ലെങ്തോട് കൂടിയിട്ടുള്ള ഒരു മിഡ് ഡ്രസ് കളക്ഷൻ ആണ്. ഇതിൽ ലൈനിങ് വരുന്നുണ്ട്, ഹാഫ് ലെങ്തേ ലൈനിങ്ങിന് വരുന്നുള്ളൂ കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കാം. ദെൻ നമുക്ക് ബാക്ക് പോർഷൻ ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. ഇവിടെ കട്ടിങ്ങോ പ്ലേറ്റോ ഒന്നും വരുന്നില്ല കേട്ടോ. ബാക്ക് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. അത്യാവശ്യം നല്ലൊരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അടിപൊളി കളക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സൈഡിലായിട്ട് പോക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഓപ്ഷൻ ആണ്. എന്തായാലും ഈ ഒരു കളക്ഷനിലും പോക്കറ്റ്സ് വന്നത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്രീം കളറിൽ വന്നിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ. ഇതിന്റെ സൈസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ XS മുതൽ XXL വരെയുള്ള സൈസസ് അവൈലബിൾ ആണ്. ഇതിലിപ്പോ സ്മോൾ സൈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കറന്റ് സ്മോൾ സൈസ് ഒഴിച്ച് ബാക്കി എല്ലാ സൈസസും അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 722 ആണ് കേട്ടോ. 722 തന്നെയാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. പ്ലാറ്റ്ഫോം ചാർജ് അടക്കം 723 എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ നല്ലൊരു കളക്ഷനാണ്. നമുക്ക് പാളിച്ചൊന്നും ഇതിൽ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എനിക്കറിയില്ല, പാക്കേജിൽ വരുന്ന മിസ്റ്റേക്കാണ് ഫ്ലിപ്കാർട്ടിൻ്റെ കേട്ടോ, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കളക്ഷനും ഒരു മിഡി ഡ്രസ് കളക്ഷൻ ആണ് കേട്ടോ. മറ്റേതിൻ്റെ ഏകദേശം ഒരു രൂപം വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. എന്നാൽ എൻ്റെ ഡിഫറെൻറ്റ് കളക്ഷൻ തന്നെയാണ് ഇതും കേട്ടോ. മിഡി ഡ്രസ് ആണ്. നമുക്കിവിടെ കട്ടിങ്ങോട് കൂടിയിട്ട് പ്ലേറ്റോട് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റോട് കൂടിയിട്ട് ബാക്കിലും പ്ലേറ്റ് വരുന്നുണ്ട്, ബാക്കിലും കട്ടിങ് വരുന്നുണ്ട്, ബാക്കിലും പ്ലേറ്റ് വരുന്നുണ്ട് കേട്ടോ. ദെൻ ഇവിടെ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. മറ്റു കളക്ഷനിൽ ഒരു ക്രോസ് ടൈപ്പിലാണ് നമുക്ക് ഫ്ലോറൽ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതില് ഒരു ഇങ്ങനെയാണ് ഫ്ലോറൽ പ്രിന്റ് പോയിട്ടുള്ളത്. ഒരു ബീച്ച് ആൻഡ് റെഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മെറൂൺ കളറിൽ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ. മെറൂണും ഒരു ബീച്ച് കളർ എന്ന് പറയുമ്പോൾ അടിപൊളി കളർ കോമ്പിനേഷൻ ആണല്ലോ. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു ഭംഗി ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ്. ഒരു റോസാ പൂക്കളുടെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു നല്ലൊരു ഫ്ലവേഴ്സും ലീവ്സോടൊക്കെ കൂടിയിട്ടുള്ള ഒരു കളക്ഷനാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ നമുക്കൊരു നോർമൽ ഒരു യു കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു നെക്കാണ്. ഇവിടെ നമുക്ക് സിബ് വരുന്നുണ്ട് കേട്ടോ. ബ്രസ്റ്റ് ഫീഡിങ് മോംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കളക്ഷൻ അടിപൊളിയായിരിക്കും. നമുക്ക് ഇവിടം വരെ സിബ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഒരു കളക്ഷൻ ബ്രസ്റ്റ് ഫീഡിങ് മോംസിന് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സ്ലീവ് തന്നെയാണ്. ഒരു ചെറിയ രീതിയിൽ ഒരു പഫോടൊക്കെ കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ഹാഫ് സ്ലീവ് ആണ്. ഹാഫ് സ്ലീവ് എന്നൊക്കെ പറയാം. ഇവിടെ ഇതിന്റെ സ്റ്റിച്ചിങ് മെത്തേഡ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല വീതിയിലാണ് ഈ ഒരു സ്ലീവിന്റെ ബോട്ടം പോർഷൻ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ആണ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ, നല്ല കട്ടിയുള്ള നല്ല വെയിറ്റ് ഉള്ള ടൈപ്പ് കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ വിത്തൗട്ട് ലൈനിങ് ആണ്. ലൈനിങ് അല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ലൈനിങ് ഇല്ലെങ്കിലും അങ്ങനെ നേരിലടിക്കുന്ന ഒരു ടൈപ്പ് അല്ല. നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ഒരു കളക്ഷനാണ്. ഒരു നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്തോട് കൂടിയിട്ടുള്ള നല്ലൊരു മിഡി ഡ്രസ് കളക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും ഞാൻ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഞാൻ സൈഡിൽ സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈസസ് ഉള്ളത് XS മുതൽ XXL വരെയുള്ള സൈസസ് ആണ്. പക്ഷെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ XXL വരെയാണ് കേട്ടോ. XS, സ്മോള്, മീഡിയം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഉള്ള സ്റ്റോക്ക് വെച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ.
നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ നല്ല എംബ്രോയിഡറി ഫ്ലോറൽ പ്രിന്റോടൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കളക്ഷൻ. സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രഡീഷണൽ ലുക്കിനൊക്കെ ആവശ്യമായിട്ടുള്ള നല്ലൊരു കൂത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. മെറ്റീരിയൽ വൈസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ഞാൻ പ്രൈസ് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 699 പ്ലാറ്റ്ഫോം ചാർജ് അടക്കം 700 റുപ്പീസിനാണ് ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ദെൻ നമ്മുടെ ലാസ്റ്റ് കളക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ ഓൾറെഡി പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളക്ഷനാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കളക്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സൺ ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്നാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 2 പ്രാവശ്യം പർച്ചേസ് ചെയ്തപ്പോൾ പാളിപ്പോയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു 400 സംതിങ്ങിനാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി കളക്ഷനാണ്. ഞാൻ മുന്നേ പർച്ചേസ് ചെയ്ത സൈസിൽ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പക്ഷെ നല്ലൊരു കറക്റ്റ് നമുക്ക് പിക്ചറിൽ കണ്ടിട്ടുള്ള സെയിം മെറ്റീരിയൽ, സെയിം പാറ്റേൺ, ദെൻ സെയിം ഒരു മാറ്റൂല. പക്ഷെ സൈസിൽ മാത്രം ഒരു വ്യത്യാസം വരുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തപ്പോഴും എനിക്ക് പാളിപ്പോയതുകൊണ്ട് ഇത് ഞാൻ വലിയ ഉറപ്പൊന്നും ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. സംഭവം കയ്യിൽ കിട്ടിയപ്പോൾ സെയിം പാറ്റേൺ, സെയിം ഐറ്റം തന്നെയാണെങ്കിൽ പോലും സൈസിൽ മാറ്റം വന്നു. ദെൻ രണ്ടാമത്തെ പ്രാവശ്യം പ്രൊഡക്റ്റിൽ മാറ്റം വന്നു. അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ടാണ് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ഒരാൾക്ക് അങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം എനിക്ക് 2 പ്രാവശ്യം ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദെൻ ഈ ഒരു വാച്ചിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാച്ചും കുറച്ച് വുമൻ ഫാഷൻ ആക്സസറീസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വാച്ചിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. നല്ല അടിപൊളി വാച്ചാണ് കേട്ടോ, നല്ലൊരു സ്മാർട്ട് വാച്ചാണ്. അടിപൊളി കളക്ഷനാണ്. അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ വേറെയും കളർ കോമ്പിനേഷനിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു വാച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്